പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉടക്കാല്. അപ്പോൾ കോഴിക്കാല അതുപോലെ ഏതോ കാലാന്ന് വിചാരിക്കരുത്. ഇതൊരു മധുരം ഉള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് 1 ലിറ്റർ പാൽ വേണം. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് പാൽ തിളച്ച് വരുമ്പോൾ നമുക്ക് പകുതി ചെറുനാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ പാലൊന്ന് പിരിച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ പാൽ നല്ലപോലെ പിരിഞ്ഞ് കിട്ടും. ഇനി പിരിഞ്ഞ് വന്ന പാൽ നമുക്കൊന്ന് ആ വെള്ളമെല്ലാം വറ്റി കിട്ടുന്നവരെ ഒന്ന് തിളപ്പിച്ച് കുറുക്കി വറ്റിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് വറ്റി കിട്ടും. അപ്പോൾ നല്ല നാവിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു മധുര റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയാവും. തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് നമുക്കിത് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി ഞാൻ നെയ്യിലൊന്ന് ഞുറുക്കിയെടുത്ത് നെയ്യിൽ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് നമുക്കിതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാന്നൊരു ലൈക്ക് തരാനും പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്നതായ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമുക്കിതൊന്ന് മാറ്റിയതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒരല്പം നെയ്യൊന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇത് പകർന്ന് വയ്ക്കാം. ഇനി കുറേശ്ശെ ഗ്ലാസ്സിലേക്ക് കോരി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുത്ത് നിറച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. വായിലിട്ട് അലിഞ്ഞു പോകും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്ത് ഇതൊന്ന് സെറ്റായി വരുന്നേരം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നല്ലപോലെ ഒന്ന് സെറ്റായി വരട്ടെ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും. ഈ സമയം നമുക്കിത് ഗ്ലാസ്സിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.